അല്പസമയം ശ്രീമുകുന്ദൻ എങ്ങനെയാണ് ഇത് അത് ഓടിക്കാം, ഒരു വെയിലില്ലാതിരിക്കുക, നല്ല വെയിലുണ്ട്. നമ്മൾ ഈ എങ്ങനെയാണ് ഓരോ തലമുറ കഴിയും തോറും കൂടുതൽ കൂടുതൽ പ്രസക്തനായി എം ടി മാറുന്നത് എന്തുകൊണ്ടാണ്? അതൊരു വിസ്മയമല്ലേ, അത്ഭുതമല്ലേ? അതാണ് എം ടിയുടെ ഒരു പ്രത്യേകത എന്നുള്ളത്. എല്ലാ തലമുറകൾക്കും എല്ലാ തരത്തിലുള്ള വായനക്കാർക്കും സ്വീകാര്യനായിരിക്കുക എന്നുള്ളതാണ്. അത് എം ടിക്ക് മാത്രം സാധിച്ചിട്ടുള്ള ഒന്നാണ്. പല എഴുത്തുകാരും ഉണ്ടല്ലോ, ഒരു ഘട്ടം കഴിയുമ്പോൾ കാലഹരണപ്പെട്ടു. മാത്രമല്ല പല എഴുത്തുകാരും നിലനിൽക്കുന്നത് അവർ ആദ്യകാലത്തൊരു രചന, ഒരു വലിയൊരു കൃതി എഴുതിയിട്ടുണ്ടാവും കേട്ടോ, ഒരു വലിയ നോവൽ ഉദാഹരണത്തിന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ നോവലിൻ്റെ പ്രശസ്തിയിലാണ് എഴുത്തുകാർ നിലനിൽക്കുക. പക്ഷെ എം ടി എന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ല, നാലുകെട്ട് നൽകിയ പ്രശസ്തി ഉണ്ടല്ലോ, അപ്പോൾ ആ നാലുകെട്ടിനെ മറികടന്നിട്ടാണ് രണ്ടാം ഊഴം എഴുതുന്നത്. അത് അസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റു പലർക്കും അത് സാധിക്കില്ല. പല എഴുത്തുകാരും ഒരു മാസ്റ്റർ പീസ് എഴുതി പിന്നെയുള്ളതൊക്കെ അതിന് താഴെ നിൽക്കുന്ന രചനകളായിരിക്കും. പക്ഷേ എം ടി അതിന് ഒരു അപവാദമാണ്. എം ടിയുടെ മാസ്റ്റർ പീസായ നാലുകെട്ടിനെ മറികടക്കുകയാണ് ചെയ്യുന്നത് രണ്ടാം ഊഴം എഴുതിയിട്ട്. അപ്പോൾ കുറച്ചുകൂടി ജീവിച്ചിരുന്നെങ്കിൽ എനിക്കൊന്ന് രണ്ടാം ഊഴത്തെയും മറികടക്കുന്ന മറ്റൊന്ന് വരുമായിരുന്നു. പക്ഷെ അപ്പോഴേക്ക് എം ടിക്ക് വാർദ്ധക്യമായി, അസുഖങ്ങൾ വന്നു. അപ്പം അത് എം ടിയെക്കുറിച്ച് എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്, പറഞ്ഞാൽ തീരാത്തത്ര ഓർമ്മകളാണ്. എം ടി വഴികാട്ടിയായിരുന്നു, മാതൃകയായിരുന്നു. അപ്പോൾ എം ടിയുടെ വലിയൊരു സംഭാവന എന്നുള്ളത് നമ്മുടെ ഭാഷയിലെ ആധുനിക സാഹിത്യത്തിൻ്റെ വളർച്ചയെ, ആധുനിക സാഹിത്യത്തിൻ്റെ ജന്മത്തെ തന്നെ സഹായിച്ച ഒരാളാണ് എം ടി. അപ്പോൾ എം ടി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ആധുനിക സാഹിത്യം നമ്മുടെ നാട്ടിൽ വരില്ലായിരുന്നു. വരുന്നുണ്ടെങ്കിൽ തന്നെ അത് കുറേ കൂടി കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോഴേക്ക് ആധുനികരുടെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ എം ടിയെ ഒരുപാട് വായിക്കുകയും ചിന്തിക്കുന്ന ആളാണ്. എം ടിയോളം വായിച്ചിട്ടുള്ള എഴുത്തുകാർ വേറെ ഇല്ല. അപ്പോൾ ഈ എം ടിയുടെ ഈ അഗാധമായിട്ടുള്ള വായനയും ചിന്തയുടെ ഫലമായിട്ട് ലോകത്തിൽ എല്ലായിടത്തും ഈ യുവത്വത്തിൻ്റെ ഇടയിൽ യുവത്വം എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് അവരുടെ പ്രശ്നങ്ങൾ, അതൊക്കെ എം ടിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ അങ്ങനെ യുവത്വത്തിൻ്റെ മനസ്സിലെ അസ്വസ്ഥതകളും ആശങ്കകളുമാണ് ആധുനിക സാഹിത്യമായിട്ട് രൂപം കൊള്ളുന്നത്. അത് എം ടി തിരിച്ചറിഞ്ഞു. ആ ഒരു സാഹിത്യമായിട്ടാണ് കണ്ണിച്ചേരാൻ ഞങ്ങളൊക്കെ ശ്രമിച്ചത്, ഞങ്ങൾ ചെറുപ്പക്കാർ, ഞാനും മറ്റ് എഴുത്തുകാരും. അത് എം ടി തിരിച്ചറിഞ്ഞു. അപ്പോൾ എം ടിക്ക് തോന്നി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന്. ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. എൻ്റെയൊക്കെ ഏറ്റവും എൻ്റെ മാത്രമല്ല, ഈ എം പി നാരായണപിള്ളയുടെ 2 കഥകളുണ്ട്. ജോർജ് ആറാമിൻ്റെ കോടതി എന്ന് പറഞ്ഞ ഒരു കഥയും വേറെ മുരുകൻ എന്ന പാമ്പാട്ടിയും. അതൊന്നും ആരും പ്രസിദ്ധീകരിക്കില്ല, എം ടി അല്ലെങ്കിൽ ആരും പ്രസിദ്ധീകരിക്കില്ല. അത്രയും നമ്മളെ അസ്വസ്ഥരാക്കിയ കഥയെഴുത്തിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മുഴുവൻ അട്ടിമറിച്ച 2 കഥകളാണ്. അത് എം ടി ആയതുകൊണ്ട് മാത്രമാണ് പ്രസിദ്ധീകരിച്ചത്. ആ കഥകളൊക്കെയാണ് ഈ ആധുനിക മുമ്പിൽ വാതിലുകൾ തുറന്നിട്ടത്. എം ടിയുടെ മറ്റൊന്ന്, എം ടി ആധുനികതയെ സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. ചിലർ പറയും എം ടി അങ്ങനെ ആധുനികതയുടെ ആവിർഭാവത്തെ എം ടി ത്വരപ്പെടുത്തി. അതേസമയത്തിന് എം ടി ആധുനികമായിട്ടൊന്നും എഴുതിയിട്ടില്ല എന്ന് ആളുകൾ പറയുന്നുണ്ട്. അത് തെറ്റാണ്. എം ടിയുടെ സാഹിത്യത്തിലാണ് ആധുനികത ഉള്ളത്. ആധുനിക സ്വഭാവങ്ങൾ മുഴുവനും എം ടിയുടെ സാഹിത്യത്തിലുണ്ട് കേട്ടോ. അത് ഡോക്ടർ PK രാജശേഖരൻ ഇന്നലെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എം ടി ആധുനിക സാഹിത്യകാരനായിരുന്നു. എം ടിയുടെ രചനകളിൽ ആധുനികതയുണ്ട്, പക്ഷെ അത് മറഞ്ഞു നിന്നു, പിറകിൽ നിന്നു. എന്നിട്ട് ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങൾ മറന്നു നിൽക്കാതെ തുറന്നെഴുതി. അതാണ് എം ടിയുടെ സംഭാവനകൾ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സാഹിത്യത്തിലും സിനിമയിലും ഉണ്ട്, എല്ലാ മേഖലകളിലും എം ടി നൽകിയതുപോലെ സംഭാവനകൾ മറ്റാരെങ്കിലും